2024 മാർച്ചിലെ പബ്ലിക് എക്സാമിന് നമ്മുടെ +1 ലാസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ് 9 ഹൈഡ്രോ കാർബൺസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ന്യൂമാൻസ് പ്രൊജക്ഷൻസ് ഫോർ ദി സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഓഫ് ഈതെയിൻ. ഈതെയിനിൻ്റെ സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷനുകൾ വരയ്ക്കുക. ഏത് രീതിയിൽ? ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയായിട്ട്. അപ്പോൾ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല നമ്മൾ വരച്ചു പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു കുത്തും ഒരു വട്ടവും ഇട്ടാണ് രണ്ട് കാർബണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ കുത്തിൽ നിന്ന് 3 ഹൈഡ്രജൻ, അതുപോലെ ആ വട്ടത്തിൽ നിന്ന് 3 ഹൈഡ്രജൻ, അങ്ങനെ 6 ഹൈഡ്രജൻ ഉണ്ട് ഈതെയിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 6 ഹൈഡ്രജനും കാണാവുന്ന രീതിയിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുത്തിൽ നിന്നുള്ള 3 ഹൈഡ്രജൻ വരയ്ക്കുക, അതിനിടയ്ക്കുള്ള സ്പേസിൽ കൂടി വട്ടത്തിൽ നിന്നുള്ള ഹൈഡ്രജനും വരയ്ക്കുക. ഇനി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്ലിപ്സ്, സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, മറഞ്ഞു പോവുക. അപ്പം ഫ്രണ്ടിലുള്ള ഹൈഡ്രജൻ മൂലം ബാക്കിലുള്ള ഹൈഡ്രജൻ മറഞ്ഞു പോകുന്നു. അതായത് ആ കുത്തിൽ നിന്ന് തുടങ്ങുന്ന ഹൈഡ്രജൻ മൂലം വട്ടത്തിൽ നിന്ന് തുടങ്ങുന്ന ഹൈഡ്രജൻ മറഞ്ഞു പോകുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 രീതികളാണ് വരച്ച് കാണിക്കേണ്ടത്, എക്ലിപ്സ്ഡ് ഫോമും സ്റ്റാഗേർഡ് ഫോമും. അപ്പോൾ ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നതെങ്കിലും നമ്മൾ എന്തുകൂടി പഠിക്കണം? ഇതിൻ്റെ ഒപ്പം ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല. അപ്പോൾ സോഹോസ് പ്രൊജക്ഷൻ ഫോർമുലയും കൂടി നമുക്കൊന്ന് പഠിക്കാം. സോഹോസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യം ഒരു ചരിഞ്ഞ വര വരയ്ക്കുക, എന്നിട്ട് മുകളിൽ 3 ഹൈഡ്രജൻ കാണിക്കുക, താഴെ 3 ഹൈഡ്രജൻ കാണിക്കുക. അപ്പോൾ മുകളിലൊരു വൈ പോലെ വരച്ച് ഹൈഡ്രജൻ കാണിക്കുക. ആ വൈ വരച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം താഴെ മറ്റേ അറ്റത്തെ വൈ വരയ്ക്കാനായിട്ട്. ആ വൈയുടെ എല്ലാ അറ്റത്തും എന്ത് കാണിക്കുക? ഹൈഡ്രജൻ കാണിക്കുക. അപ്പോൾ മുകളിൽ വരച്ച പോലെ തന്നെയാണ് താഴെയും വരച്ചതെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഹൈഡ്രജൻ മൂലം മറ്റേ സൈഡിലുള്ള ഹൈഡ്രജൻ മറഞ്ഞു പോകും. അങ്ങനെ വരുന്നതിന് നമ്മൾ എക്ലിപ്സ്ഡ് എന്ന് പറയും. ഇനി തിരിച്ച് മുകളിൽ വൈ വരച്ചത് എങ്ങനെയാണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് മറ്റേ അറ്റത്ത്. ഒരറ്റത്ത് വരച്ചതിന് ഓപ്പോസിറ്റാണ് മറ്റേ അറ്റത്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ 3 ഒരറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ആ 6 ഹൈഡ്രജനും, ഓരോ അറ്റത്തെയും 3 ഹൈഡ്രജൻ വീതം 6 ഹൈഡ്രജനും നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. വിച്ച് കൺഫോമർ ഓഫ് ഈതെയിൻ ഈസ് മോർ സ്റ്റേബിൾ? ഈ 2 കൺഫോമേഴ്സിൽ ഏതാണ് മോർ സ്റ്റേബിൾ? ഈ സ്റ്റാഗേർഡ് ആണോ എക്ലിപ്സ്ഡ് ആണോ? അപ്പോൾ അത് എന്തുകൊണ്ട്? ഇതും കൂടി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇനി ഏതായിരുന്നു സ്റ്റേബിൾ കൺഫർമേഷൻ? സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈതെയിൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ലെസ് ടോർഷണൽ സ്ട്രെയിൻ ഇൻ സ്റ്റാഗേർഡ് ഫോം. ഈ ബോണ്ടുകൾക്കിടയ്ക്കുള്ള ഒരു റിപ്പൾഷൻ മൂലമുണ്ടാകുന്ന, ഇലക്ട്രോൺ റിപ്പൾഷൻ മൂലമുണ്ടാകുന്ന സ്ട്രെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ ഈ എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ ഈ ബോണ്ടുകൾ അടുത്തടുത്ത് വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? റിപ്പൾഷൻ കൂടുതലാണ്, ടോർഷണൽ സ്ട്രെയിനും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. പക്ഷേ സ്റ്റാഗേർഡിൽ ബോണ്ടുകൾ അകന്ന് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഈ ടോർഷണൽ സ്ട്രെയിൻ കുറവാണ്. അപ്പോൾ ഈ ടോർഷണൽ സ്ട്രെയിൻ കുറവുള്ള സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് സ്റ്റേബിൾ. അപ്പോൾ ഈ ടോർഷണൽ സ്ട്രെയിൻ എന്നുള്ള ആ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷൻ തന്നിട്ട് ക്ലാസിഫൈ 1 and 2 ആസ് മേജർ പ്രോഡക്റ്റ്. ആ റിയാക്ഷൻ്റെ 2 പ്രോഡക്റ്റുകളെ 1, 2 എന്ന് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ 1 ആണോ 2 ആണോ മേജർ പ്രോഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന റൂൾ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ആ റൂളിൻ്റെ പേര് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ നമുക്കറിയാം പ്രൊപ്പീനും HBr ആണ്. 3 കാർബണുള്ള ആൽക്കീൻ എന്ന് പറയുമ്പോൾ പ്രൊപ്പീനും HBr ആണ് ആ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് ഏത് റൂൾ വെച്ചുള്ള ക്വസ്റ്റ്യനാണ്? മാർക്കോനിക്കോവ് റൂൾ വെച്ചുള്ള ക്വസ്റ്റ്യനാണ്. മാർക്കോനിക്കോവ് റൂൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിലെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ബ്രോമോ പ്രൊപ്പൈനും മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ബ്രോമോ പ്രൊപ്പൈനുമാണ്. അപ്പോൾ അത് എഴുതി കൊടുക്കുക. അപ്പോൾ 2 ബ്രോമോ പ്രൊപ്പൈൻ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് 1 ആണ്. അപ്പോൾ അതാണ് മേജർ പ്രോഡക്റ്റ്. 1 ആണ് മേജർ പ്രോഡക്റ്റ്, 2 ആണ് മൈനർ പ്രോഡക്റ്റ്. അപ്പോൾ മേജർ പ്രോഡക്റ്റും മൈനർ പ്രോഡക്റ്റും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആ റൂൾ എന്താണെന്ന് എഴുതി കൊടുക്കുക. മാർക്കോനിക്കോവ് റൂൾ, അല്ലെങ്കിൽ 2 സ്പെല്ലിങ്ങിൽ എഴുതാം കേട്ടോ. പല ടെസ്റ്റിലും പല സ്പെല്ലിങ്ങിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ മാർക്കോനിക്കോവ് റൂളിൻ്റെ പേരെഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ റൂളൊന്ന് സ്റ്റേറ്റ് ചെയ്യാനും അറിയണം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ഈസ് ആഡഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി റിയേജൻറ്റ് വിൽ ഗോ ടു ദി കാർബൺ വിത്ത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ
hydrogen atoms. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ, അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ അല്ലാത്ത ആൽക്കീനിയാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഇത്തീൻ പോലെയുള്ളവയെ മുറിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഇത്തീൻ എന്താണ്, ഇത്തീനും 2-ബ്യൂട്ടീനും ഒക്കെ സിമെട്രിക്കൽ ആൽക്കീനാണ്, അല്ലാത്തവയൊക്കെ അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അതിനകത്തേക്ക് ഒരു അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ഇതുപോലെ തന്നെ മുറിക്കുമ്പോൾ രണ്ട് സൈഡും വ്യത്യസ്തമായത് ഡിഫറൻ്റ് ആയിട്ടുള്ള റിയേജൻറ്റിന് അൺസിമെട്രിക്കൽ റിയേജൻറ്റ് എന്ന് പറയും. അപ്പോൾ അത് ചേർക്കുമ്പോൾ ആ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് ഭാഗം ഉണ്ടാകും, പോസിറ്റീവ് ഭാഗം ഉണ്ടാകും. ആ നെഗറ്റീവ് ഭാഗം എങ്ങോട്ട് പോകും, ആ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള കാർബണിൽ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് പോകുന്നു. അതാണ് നിയമം. അപ്പോൾ ആരാ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചു വയ്ക്കുക, കഴിയുന്നതും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. അപ്പോൾ എന്താണ്, പ്രൊപ്പീൻ പ്ലസ് HBr. അപ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജനാണ് HBr. അപ്പോൾ അതിലെ നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത് ബ്രോമിനാണ്, ബ്രോമൈഡ് അയോണാണ്, Br-. അതെങ്ങോട്ട് പോകും, ഹൈഡ്രജൻ കുറവുള്ള കാർബൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബൺ, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറം ഇപ്പുറയുള്ള കാർബൺ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, 2-ബ്രോമോപ്രൊപ്പൈൻ. ഇനി അത് കൂടാണ്ട് ഒരു മൈനറായിട്ട് 1-ബ്രോമോപ്രൊപ്പൈനും കിട്ടുന്നു. അപ്പോൾ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ആ റൂളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തുകൂടി പഠിച്ചു വയ്ക്കുക, ആൻറ്റി മാർക്കോനിക്കോവ്സ് റൂൾ കൂടി പഠിച്ചു വയ്ക്കുക. ഈ ആൻറ്റി മാർക്കോനിക്കോവ് റൂളിൻ്റെ മറ്റ് രണ്ട് പേരുകൾ എന്തൊക്കെയാണ്, കറാഷ് ഇഫക്റ്റ് ആൻഡ് പെറോക്സൈഡ് ഇഫക്റ്റ്. രണ്ട് ഇഫക്റ്റുകളായിട്ടാണ് നമ്മൾ ആ റൂള് മറ്റു രീതിയിൽ പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസം, ഈ നേരത്തെ പറഞ്ഞ റൂളിലേക്ക് ഒരു പെറോക്സൈഡ് എന്നുകൂടി ചേർക്കുക. അപ്പോൾ വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ഈസ് ആഡഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ ഇൻ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ്, ഒരു പെറോക്സൈഡിൻ്റെ സാന്നിധ്യത്തിലാണ്, പ്രസൻസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി റിയേജൻ വിൽ ഗോ ടു ദി കാർബൺ വിത്ത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഈ രണ്ട് റൂളും തമ്മിൽ ഒരു വാക്കിലെ വ്യത്യാസമുള്ളൂ, അവിടെ ലെസ് നമ്പർ, ഇവിടെ മോർ നമ്പർ. അപ്പോൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നടത്തുമ്പോൾ നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് പോകും, ഡബിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് വരും, അപ്പോൾ ആ ഇക്വേഷനിൽ ഓർഗാനിക് പെറോക്സൈഡ് എന്നോ അല്ലെങ്കിൽ പ്രൊപ്പീനും HBrഉം കൂടാതെ വേറെ എന്തെങ്കിലും സാധനം ഇക്വേഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതേണ്ടത്, 1-ബ്രോമോപ്രൊപ്പൈൻ ആണ്. അത്രയേ ഉള്ളൂ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടറ്റൂയിൻ. സിസ് ട്രാൻസ് ഐസോമറുകൾ വരയ്ക്കുക. ആരുടെ, ബ്യൂട്ടറ്റൂയിൻ്റെ. അപ്പോൾ ബ്യൂട്ടറ്റൂയിൻ നമുക്കറിയാം 4 കാർബണുള്ള ആൽക്കീനാണ്. അപ്പോൾ അതിൽ നടുക്കായിട്ട് വരും ഡബിൾ ബോണ്ട്. അപ്പോൾ ആ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് 2 ഗ്രൂപ്പുകളുണ്ട്, അത് സെയിം ആണ്. ഏതൊക്കെയാണ്, CH3യും Hഉം. ഈ 2 കാർബണിലെയും CH3 ഒരു സൈഡിലും H ഒരു സൈഡിലും ആണെങ്കിൽ ആ ഐസോമറിനെ വിളിക്കുന്ന പേരാണ് സിസ്-2-ബ്യൂട്ടീൻ. ഇനി CH3 യും Hഉമാണ് ഒരു സൈഡിലെങ്കിൽ അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ CH3 2 ഓപ്പോസിറ്റ്, അതുപോലെ H 2 ഓപ്പോസിറ്റ്, അങ്ങനെ വരുവാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, ട്രാൻസ്-2-ബ്യൂട്ടീൻ. ഇവരെ നമുക്ക് സിസ് ട്രാൻസ് ഐസോമേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നും വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദി ഫോളോയിങ്. ഒരു റിയാക്ഷൻ തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. എന്താ ചോദിച്ചിരിക്കുന്നത്, 3CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH ആരാണ്, അസറ്റിലിൻ. ഈ അസറ്റിലിനെ അല്ലെങ്കിൽ ഇത്തൈനിനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ കൂടി 873 കെൽവിനിൽ നമ്മൾ കടത്തി വിടുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് പ്രോഡക്റ്റ്, സിമ്പിളാണ്, ബെൻസീൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ പഠിക്കുമ്പോൾ ഈ ബെൻസീൻ എന്ന ആൻസർ കിട്ടുന്ന ഒരു 3 റിയാക്ഷൻ നമ്മുടെ ആ ചാപ്റ്ററിലുണ്ട്, അത് ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആൻസർ ഒരുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വയ്ക്കുക. അതാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി കീറാമുട്ടിയായിട്ടുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു ടിപ്പ്. ഒരേ ആൻസറുള്ള പല ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിക്കേ, ഫീനോൾ. ബെൻസീൻ റിങ്ങിൽ ഒഴിച്ചു വരുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത്. ഫീനോൾ സിങ്കിൻ്റെ പ്രസൻസിൽ, ഫീനോളിലേക്ക് സിങ്ക് ചേർത്തിട്ട് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബെൻസീനാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ റിയാക്ഷൻ നോക്കിക്കേ, ഹെക്സൈൻ. അതിങ്ങനെ വളച്ച് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, സാധാരണ നമ്മുടെ നോർമൽ ഹെക്സൈനാണ്. നോർമൽ ഹെക്സൈൻ നമ്മൾ ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം ഇവരുടെ ഏതെങ്കിലും ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ 773 കെൽവിനിലും അതുപോലെ 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബെൻസീൻ കിട്ടും. അപ്പോൾ ഈ 3 റിയാക്ഷൻ ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. ആൻസർ ബെൻസീനാണ്. പഠിക്കാനുള്ളൊരു എളുപ്പവഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ ആൽക്കൈൻസ് ആർ പ്രിപ്പയർഡ് ബൈ വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ വഴി ആൽക്കൈൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് റിയാക്ഷൻ. എങ്ങനെയാണ് വുഡ്സ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണത് എങ്ങനെയാണ്, ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ
ടു ഫോം ഹയർ ആൽക്കെയിൻസ് വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഗ്രൂപ്പുകളും ഹാലോജനുമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഇത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതറിൽ ലയിപ്പിച്ച മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹയർ ആൽക്കെയിൻസ്, അതായത് ആൽക്കൈൽ ഹാലൈഡിനേക്കാളും കൂടുതൽ കാർബൺ ഉള്ള ആൽക്കെയിൻസ് കിട്ടും. ഈ ആൽക്കെയിൻസിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസേ കാണുകയുള്ളൂ. ഒന്നില്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4, 6 അങ്ങനെയുള്ള ഈവൻ നമ്പറുള്ള ഇലക്ട്രോൺസ് ഉള്ള ആൽക്കെയിൻസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹയർ ആൽക്കെയിൻസ് ആയിരിക്കും. ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വുഡ്സ് റിയാക്ഷൻ. ഈർപ്പരഹിത ഈതർ ലായനി. ഈർപ്പരഹിതമാകാൻ കാരണം എന്താ? സോഡിയം നമ്മൾ എടുത്തിരിക്കുന്നത്. ലയിപ്പിച്ചിരിക്കുന്ന സോഡിയം ലോഹവുമായി ആൽക്കൈൽ ഹാലൈഡുകൾ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ആൽക്കെയിനുകൾ ലഭിക്കുന്നു. ഈ പ്രവർത്തനത്തെ വുഡ്സ് രാസപ്രവർത്തനം എന്ന് പറയുന്നു. ഇരട്ടക്കം കാർബൺ ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഉയർന്ന ആൽക്കെയിനുകൾ നിർമ്മിക്കാൻ ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 2 ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കണം. എന്താണ്? മീത്തൈൽ ബ്രോമൈഡിൻ്റെയും ഈത്തൈൽ ബ്രോമൈഡിൻ്റെയും. മീത്തൈലിൽ തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി കാർബൺ എത്രയാണ്? ഈത്തൈൻ 2 കാർബൺ. 1 കാർബണുള്ള ആൽക്കൈൽ ഹാലൈഡിൽ തുടങ്ങിയ 2 കാർബണുള്ള ആൽക്കെയിൻ നമുക്ക് കിട്ടും. അപ്പോൾ മീത്തൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ 1 കാർബൺ. അപ്പോൾ 2 കാർബണുള്ള ആൽക്കെയിൻ ഏതാണ്? ഈത്തൈൻ. അപ്പോൾ പ്രോഡക്റ്റ് ഈത്തൈൻ. ഇനി ഈത്തൈൽ ബ്രോമൈഡിലാണ് തുടങ്ങണമെങ്കിലോ, ഈത്തൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ 2 കാർബൺ. അതിൻ്റെ ഇരട്ടി കാർബൺ എത്രയാണ്? 4 കാർബൺ. അപ്പോൾ 4 കാർബൺ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബ്യൂട്ടൈൻ. അപ്പോൾ അതാണ് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. വുഡ്സ് റിയാക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആൽക്കൈൽ തുടങ്ങിയ ആൽക്കൈൽ ഹാലൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടി കാർബണുള്ള ആൽക്കെയിൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഈ 2 ഇക്വേഷനെ സാധാരണ ചോദിക്കാറുള്ളൂ. വേറെ ഏതെങ്കിലും ചോദിച്ചാൽ തന്നെ നമ്മൾ ഈ കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇരട്ടി നമ്പറുള്ള ആൽക്കെയിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മാർച്ചിലെ 2024 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു